മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. ഇത് എല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് എന്ന തോന്നൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പുരോഹിത വർഗവും മതവും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മാനത്ത് നോക്കൂ, കറുത്തിരിക്കുന്നു, കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. കവിതയും കൊണ്ട് തെരുവുകളിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതിനപ്പുറം ഒരു കവിക്ക് കിട്ടാവുന്ന സാധ്യതകൾ വേറെ ഒന്നുമില്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂക്കളെ നോക്കൂ, വെളുത്തിരിക്കുന്നു, പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. വേടൻ ചൊല്ലുന്ന മലയാളം ഏറ്റുപാടാൻ നമ്മുടെ പുതിയ കുട്ടികൾ തയ്യാറാണ്. വയറ് നിറയ്ക്കാൻ നെട്ടോട്ടം, വയറ് കുറയ്ക്കാൻ നെട്ടോട്ടം എന്നാണ്. ആ വാക്കിലെ ഒരു വ്യത്യാസം വെച്ചിട്ട് അവൻ 2 ക്ലാസ്സുകളെ അടയാളപ്പെടുത്തുന്നു. ഇത് ബാഗ്ദാദാണ്, അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. മലയാള ഭാഷ തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എഴുത്തുകാർക്ക് മലയാള ഭാഷ അന്യം നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിൽ എഴുത്തുകാർക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി. രാഷ്ട്രീയ ബോധമില്ലാത്തൊരു തലമുറയുടെ ഹൃദയത്തിലേക്കാണ് ഈ വർഗീയതയും ഈ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ ഇടിച്ചു കയറി നിൽക്കുന്നത്. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ള വ്യക്തി കവി എന്നതിലുപരി ഒരു ശബ്ദമാണ്. വേദനയുടെ ശബ്ദം, പ്രതിഷേധത്തിൻ്റെ ശബ്ദം, അതിലുമുപരി മനുഷ്യൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന ശബ്ദം. നമ്മുടെ പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട. സ്വാഗതം മാഷെ. മാഷെ, ഞാനൊരു കാട്ടാക്കടക്കാരി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എവിടെയാ വീടെന്ന് ചോദിക്കുമ്പോൾ കാട്ടാക്കട എന്ന് പറയുമ്പം എനിക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുന്നത് മുരുകൻ കാട്ടാക്കടയുടെ നാട്ടുകാരിയല്ലേ എന്നൊരു ഇതിലാണ് വരുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു, കാരണം മാഷിൻ്റെ ചെറിയ ക്ലാസ്സിലെങ്കിലും ഞാൻ ഇരുന്നിട്ടുണ്ട് കുഞ്ഞുനാളിൽ. അപ്പോൾ ഭയങ്കര ഒരു വലിയൊരു മൊമെൻ്റാണ് എനിക്ക്. അപ്പം എനിക്ക് ഈ ഐഡൻറ്റിറ്റി ഇങ്ങനെ കാട്ടാക്കട എന്ന് പറയുമ്പം മാഷിൻ്റെ ഇതിലൂടെ കിട്ടിയതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുള്ള കവിതകളിൽ ഒന്നാണ് കണ്ണട. കണ്ണട എന്ന കവിതയിലൂടെ മാഷിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ണട എന്ന കവിത വന്നിട്ട് 25 വർഷങ്ങളായി. അപ്പോൾ നമുക്ക് ഒരുപാടിടത്ത് മാഷ് ചൊല്ലിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സെഷൻ നമുക്ക് കണ്ണടയിലെ കുറച്ച് വരികൾ ചൊല്ലിക്കൊണ്ട് ആരംഭിച്ചാലോ? കണ്ണട ഈ പറഞ്ഞതുപോലെ പിന്നെ കണ്ണടയ്ക്ക് മുമ്പും ഞാൻ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യാപകമായി എൻ്റെ കവിതകളെ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ മലയാളികളുടെ ഹൃദയത്തിൽ എത്തിക്കാൻ എന്നെ ആദ്യം സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട കവിതയാണ് കണ്ണട. അപ്പോൾ അതിന് എൻ്റെ നാട് ഈ കാട്ടാക്കടയിൽ തന്നെ എൻ്റെ നാട്ടുകാർ അതിൻ്റെ ഒരു വലിയൊരു രജത ജൂബിലി ആഘോഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു കവിത തെരുവിൽ കൊണ്ടാടപ്പെടുന്നതൊക്കെ വളരെ അപൂർവമാണ്. ഈ മലയാള ഭാഷ തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ ഈ ഫെസ്റ്റിവലുകൾ കൊണ്ടാടുന്ന നമ്മൾ പോലും നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ നമ്മുടെ മക്കളെയൊക്കെ മലയാളം പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മലയാളത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഭാഷ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മലയാളത്തിലെ ഒരു കവിതയെ അതിൻ്റെ 25ാം വയസ്സിനെ തെരുവിൽ ആഘോഷിക്കുക എന്ന് പറയുന്ന അപൂർവമായൊരു ഭാഗ്യം കിട്ടിയ ഒരു കവിതയാണ് കണ്ണട. പൊട്ടിയ താലിച്ചരടും പൊട്ടാ മദ്യക്കുപ്പിയും പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിലെ കയറും, തറയിലെ ഒരു ഇലയിൽ ഒരല്പം ചോരയിൽ ഊനനുറുമ്പ് ഇര തേടലും, എല്ലാ കാലത്തും വർത്തമാന കാല ജീവിതത്തിലെ മനുഷ്യൻ്റെ ഏറ്റക്കുറച്ചിലുകളോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടെ ഒരു കവിതയിലേക്ക് ആരോപിക്കുക എന്നതാണ് അങ്ങനെ ആരോപിച്ചപ്പോൾ ഉണ്ടായ ഒരു സൗന്ദര്യത്തിൽ നിന്നാണ് ഈ കണ്ണടയ്ക്ക് വ്യാപകമായ ഇത് കിട്ടിയത്. അതാണ് പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാ മദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. അപ്പോൾ ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ചകളെ
അതിനു മുമ്പ് എഴുതിയും വായിച്ചും അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കിയ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള കാഴ്ചകളെ, തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാഴ്ചകളെ, ഈ 25 വർഷത്തിന് ശേഷവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കാലിക പ്രാധാന്യമുള്ള പ്രശ്നങ്ങളെ ഒരു കവിതയിലൂടെ ആവിഷ്കരിക്കുക എന്ന ദൗത്യം നിർവഹിച്ച കവിതയാണ് കണ്ണട. ഞങ്ങൾക്ക് ഒരുപാട് വേദന തോന്നിപ്പിച്ച കവിതയാണ്. കാരണം അതിലെ ചില വരികളുണ്ടല്ലോ, പിഞ്ചുമടിക്കുത്തമ്പത് പേർ. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്ന് 20 വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം. അങ്ങനെ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു കവിതയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഒരു തോന്നിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അതിന്റെ അവസാനത്തോട്ട് വരുമ്പോൾ ഒരാളൊരിക്കൽ കണ്ണട വെച്ച് കല്ലറി കുരിശേറ്റം. അതങ്ങനെയാണ്, മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ മാനവരാശിയുടെ ഒരു ചരിത്ര പരിണാമം എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. അപ്പം കുറച്ചുകൂടെ കൊള്ളാവുന്ന മനുഷ്യരായി മാറണമെന്ന് കാലാകാലങ്ങളിൽ ചില ആളുകൾ ഉറക്കെ വിളിച്ചു പറയും. അവരെ എല്ലാം പിന്നെ മനുഷ്യരെന്ത് ചെയ്തിട്ട്, മാനവരാശി ഏതർത്ഥം ഒന്നുകിൽ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പലായനം ചെയ്യിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെയാണ്. അപ്പോൾ അത് ഗാന്ധിയുടെ കാര്യത്തിലായാലും സോക്രട്ടീസിൻ്റെ കാര്യത്തിലായാലും മുഹമ്മദ് നബിയുടെ കാര്യത്തിലായാലും ക്രിസ്തുദേവൻ്റെ കാര്യത്തിലായാലും കാറൽ മാർക്സിൻ്റെ കാര്യത്തിലായാലും അവരെല്ലാം തന്നെ മനുഷ്യരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ നന്നാവണം എന്ന് പല അർത്ഥത്തിൽ പറഞ്ഞവരാണവർ. ഒരാളൊരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരിശേറ്റം, വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. ഇതൊരു 2 സിമ്പലുകളാണ് നമ്മളതിനകത്ത് വരുന്നത്. പക്ഷെ അങ്ങനെയാണ് എല്ലാ കാലത്തും അങ്ങനെയാണ്. അതായത് മനുഷ്യൻ കുറച്ചുകൂടെ ബെറ്റർ ആവണമെന്ന ആഗ്രഹം അവൻ്റെ ഹൃദയത്തിലില്ല. പിന്നെ പതുക്കെ പതുക്കെ മാറി വരികയാണ് ചെയ്യുന്നത്. മാർക്സിയൻ ചിന്താഗതിയിൽ മാർക്സ് പറയുന്നത് അങ്ങനെ കുറേ ആളുകൾ എപ്പോഴും ഇങ്ങനെ താഴെ തട്ടിൽ നിൽക്കുകയും കയ്യൂക്കുള്ളവരെല്ലാം ഇങ്ങനെ ഉയർന്നുയർന്ന് മേൽത്തട്ടിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാകണമെന്ന് പറഞ്ഞ ആളാണ് മാർക്സ്. ഉള്ളതാണെങ്കിൽ ഉള്ളത്, ഇല്ലാത്തതാണെങ്കിൽ ഇല്ലാത്തത്, എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയോടും മക്കളോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ഭാര്യയുടെ മരണ സമയത്തോ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുക തന്നെ മരിച്ച മകളുടെ മരണകാലത്തൊന്നും കൂടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി തിരുമേനിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അദ്ദേഹം ഇങ്ങനെ പോയാൽ പോരാ എന്നും കുറച്ചുകൂടെ നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ക്രിസ്തുദേവൻ്റെ കാര്യം അങ്ങനെ തന്നെ. സോക്രട്ടീസിന് ഹെംലോക്ക് എന്ന് പറയുന്ന വിഷം കൊടുത്താണ് കൊല്ലുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് എഴുത്തുകാരുടെ ദൗത്യമാണ്. അതായത് നന്മകളെ ഓർമ്മപ്പെടുത്തുകയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ മങ്ങിയ കാഴ്ചകളെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും, എന്നാൽ നന്മകൾ ഉണ്ടെന്നും ആ നന്മകൾക്ക് മാതൃകകൾ നേരത്തെ തന്നെ ഉണ്ടെന്നും ഇനിയും നാളെ മറ്റന്നാൾ മാതൃകകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതെല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടതും ഒരു എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ സർഗപ്രഖ്യാപപ്പെടുന്ന എല്ലാവരുടെയും കടമയാണ്. ഈ കണ്ണട ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെയാണെന്നും എന്നാൽ ഇതിനേക്കാൾ കൊള്ളാവുന്ന കാലത്തെക്കുറിച്ച് പണ്ട് പലരും ചിന്തിച്ചിരുന്നു എന്നും ഇനിയും ചിന്തിക്കേണ്ടതുണ്ട് എന്നും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കവിതയാണ്. മാഷിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മലയാള ഭാഷ ഒരുപാട് പഠിക്കുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ പോലും പലയിടത്തും മലയാളം പഠിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പം പിള്ളേർ വന്നിട്ട് ചേച്ചി അതേതാ ബസ്, ബോർഡ് വായിക്കാൻ ഒരു പ്രശ്നം. അങ്ങനെ ഒരു മലയാള ഭാഷയ്ക്ക് ഇപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ കവിതകൾ ഒരുപാട് പേര് ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സാഹിത്യ മേഖലയിൽ കവികൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ആ ഒരു കവികൾക്ക് അതും ഒരു സാഹിത്യ രൂപമാണ്, കഥ, നോവൽ എന്നതുപോലെ. അപ്പം മാഷിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഒരു അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്ന്? അതായത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഭാഷ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു കാരണമുണ്ട്. ഭാഷ ഇങ്ങനെ നേർത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഷ നേർത്തു പോകുന്നതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കാതെ ഭാഷയുടെ കഠിനതയിൽ കവിത അഭിരമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഭാഷ നേർത്തു പോകുന്നതിനെ തടയാൻ കഴിയണം, അല്ലെങ്കിൽ നേർത്ത ഭാഷയിൽ കവിതയും കഥയും എല്ലാം എത്തണം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ. ഇതിനിടയിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് അത്തരം രചനകൾക്ക് സ്വീകാര്യത ഇല്ലാതെ പോകുന്നത്.
ഇപ്പോൾ എഴുത്തുകാർക്ക് മലയാള ഭാഷ അന്യം നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിൽ എഴുത്തുകാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർ എഴുതിയ എഴുത്തുകളൊന്നും തന്നെ മലയാള ഭാഷയിലേക്ക് വരാൻ പോകുന്ന അല്ലെ വരുന്ന നിലനിൽക്കുന്ന തലമുറ വരാൻ പോകുന്ന തലമുറയെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയതുകൊണ്ടല്ലേ, അതുകൊണ്ടും കൂടെയാണ്. ഇപ്പോൾ ഇപ്പോഴും ആളുകൾ രണ്ടാമൂഴവും ഒക്കെ എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ബഷീറിനെയും തകഴിയെയും അന്വേഷിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എഴുത്തുകാർക്കും ഒരു പങ്കുണ്ട്. മലയാള ഭാഷ ആകർഷണീയമല്ലാതെ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷന് ആകർഷണീയമല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോകുന്നതിൽ ഒരു കാരണക്കാർ എഴുത്തുകാരും കൂടെയാണ്. പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൻ്റെ കടന്നുകയറ്റമാണ്. കമ്പോളം കടന്നു കയറിയപ്പോൾ തങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ പോയും ജീവിക്കാൻ എന്താ മാർഗം, അതിന് ഉതകുന്നത് എന്ത് എന്ന ചിന്ത ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ കാണാം മലയാളം എന്ന് പറയുന്നത് ഒരു കൊച്ചു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭാഷയാണ്. അതും കൊണ്ട് ലോകം മുഴുവൻ പോയാൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നൽ ഈ കമ്പോളം അടിച്ചേൽപ്പിച്ചു. അതിൻ്റെ ഭാഗമായി കച്ചവടക്കാർ വിദ്യാഭ്യാസത്തെ ഹൈജാക്ക് ചെയ്തു. ഏറ്റവും നല്ല ബിസിനസ് രണ്ടെണ്ണമാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത്. ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് വിദ്യാഭ്യാസവും. അപ്പോൾ വിദ്യാഭ്യാസം വിൽക്കാനുള്ള ഉൽപ്പന്നമായി, ചരക്കായി. അപ്പോൾ ആ ചരക്ക് വിൽക്കാൻ വേണ്ടിയുള്ള പരസ്യങ്ങളായി. നിങ്ങൾ ഇങ്ങനെ പഠിച്ച് ഈ സിലബസ് പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോയി എന്തുമാകാം. അപ്പോൾ പാവപ്പെട്ട എൻ്റെ തലമുറയിൽപ്പെട്ട ഞാൻ ഉൾപ്പെടുന്ന പിന്നെ രക്ഷകർത്ത സമൂഹം വിചാരിച്ചു ശരിയാണ്, നമ്മുടെ മക്കൾക്ക് ലോകത്തെവിടെയും പോകണമെങ്കിൽ ഇംഗ്ലീഷേ പറ്റൂ, മലയാളം ആയാൽ പോയി തീർന്നു ഇല്ലാതായി എന്നൊക്കെ ഉള്ള ആ തോന്നൽ, ആ കമ്പോളത്തിൻ്റെ വരവാണ് ഭാഷ എന്ന് വെച്ചു. രണ്ടാമത്തെ കാര്യം, എഴുത്തുകാർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ ഭാഷ കൈകാര്യം ചെയ്യേണ്ട ആളുകൾക്ക് പുതിയ തലമുറയെ അതിലേക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം വേടനെ പോലൊരു കുട്ടി, പയ്യൻ, ചെറുപ്പക്കാരൻ, വേടൻ ചൊല്ലുന്ന അല്ലെങ്കിൽ പറയുന്ന മലയാളം ഏറ്റുപാടാൻ നമ്മുടെ പുതിയ കുട്ടികൾ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ആ സാധ്യതകളെ കാണണം. അത് പുതിയ സാഹചര്യങ്ങളുമായി ഭാഷയെ വിളക്കി ചേർക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ എഴുത്തുകാരും ഒരു പരിധിവരെ കലാകാരന്മാരൊക്കെ പരാജയപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ ജൈവഭാഷ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരു തീ എന്ന് ഈ വേടനെ പോലെ ഉള്ളൊരു കുട്ടി ഉറക്കെ ചൊല്ലുമ്പോൾ അതിനകത്ത് ഒരു തീയാണ് എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പുതിയ കാലത്ത് കഴിയുന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആ കാര്യങ്ങളിലേക്ക് പുതിയ തലമുറ എത്തിക്കുന്ന കാര്യത്തിൽ എവിടെയോ പിശക് പറ്റിയതുകൊണ്ടാണ് അവർ അത് വരണം. അപ്പം ഞാൻ ഈ പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് ഈ പറയുന്ന ഹിരൺദാസ് മുരളി. അവൻ കുറച്ചുകൂടെ നന്നായി ഭാഷയും സാഹിത്യവും ഒക്കെ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്താൽ സർഗാത്മകമായി പുതിയ തലമുറയിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു എഴുത്തുകാരൻ കൂടെയാണ് പുള്ളി. ഉദാഹരണത്തിന് പുള്ളി നമ്മളതിനെ കുറച്ച് ഡീപ്പായിട്ട് എല്ലാ വരികളിലും അല്ല, ചില വരികൾ നമ്മൾ കഠിനമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഉദാഹരണത്തിന് ഞാനൊരു പാട്ട് കേട്ടപ്പോൾ പുള്ളി എഴുതിയിരിക്കുന്നത് വയറ് നിറയ്ക്കാൻ നെട്ടോട്ടം എന്ന് പുള്ളി പാടുന്നു. വയറ് നിറയ്ക്കാൻ നെട്ടോട്ടം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന താളത്തിലിരിക്കുന്ന ആളുകൾ, നമ്മൾ പുതിയ കുട്ടികളൊന്നും താളം മാത്രം നോക്കുന്നവരല്ല. നല്ല താളത്തിൽ റാപ്പൊക്കെ ചെയ്യുന്ന വേറെ കുട്ടികളുണ്ടെങ്കിലും ഈ ഹിരൺദാസ് മുരളിയുടെ പുറകെ, വേടൻ്റെ പുറകെ പോകുന്നതിന് കാരണം അതിനകത്ത് കണ്ടൻ്റ് ഉള്ളത് കുട്ടിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ വരികൾ എങ്ങനെയാണ്, വയറ് നിറയ്ക്കാൻ നെട്ടോട്ടം, വയറ് നിറയ്ക്കാൻ നെട്ടോട്ടം, വയറ് കുറയ്ക്കാൻ നെട്ടോട്ടം എന്നാണ്. ആ വാക്കിലെ ഒരു വ്യത്യാസം വെച്ചിട്ട് അവൻ 2 ക്ലാസ്സുകളെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു വിഭാഗം വയറൊന്ന് നിറഞ്ഞു കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ മറ്റൊരു വിഭാഗം വയറൊന്ന് കുറഞ്ഞു കിട്ടാൻ നെട്ടോട്ടം ഓടുന്നൊരു കാലം എന്ന് പറയാൻ ഈ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ എന്ന് പറയുന്ന കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരികയും അവരിലൂടെയും കൂടെയാണ് നാളെ ഭാഷ നിലനിൽക്കാൻ പോകുന്നത്. അല്ലാതെ അക്കാഡമിക് ബുദ്ധിജീവികൾ കാരണം മലയാളം നിലനിൽക്കില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പദ്ധതികൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടാവുകയും വേണം. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും വേണം. അക്കാഡമിക് ബുദ്ധിജീവികളും
വ്യാകരണക്കാരും ഒരു ഭാഷയെ നിലനിർത്തുമായിരുന്നെങ്കിൽ ഇന്ന് നിലനിൽക്കേണ്ട ഭാഷയാണ് സംസ്കൃതം. സംസ്കൃതം ഒരു ദേവഭാഷ എന്ന് പേരാണ്. ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് ഇപ്പോൾ പിന്നെ ക്ലാസിക്കൽ പദവി കിട്ടിയെന്ന്, ഒരു പദവി കിട്ടിയാലും ഭാഷ നിലനിൽക്കില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകണം. അങ്ങനെ ഒഴുകുന്ന പുതിയ തലമുറയിലെ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണ നൽകുകയും ചെയ്യണമെന്നാണ് ഭാഷയെ ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. വേടൻ മാഷിന്റെ വരികൾക്കും ഈണം നൽകിയിട്ടുണ്ടല്ലോ, മാഷിന്റെ വരികളും പാടിയിട്ടുണ്ട്. അല്ല, എൻ്റെ വരി പാടിയിട്ടില്ല. എൻ്റെ വരി പിന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഞാനൊരിത് കേട്ടിട്ടുണ്ടോ? അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ 25 വർഷത്തെ അനുബന്ധിച്ച് കുറെ ആൾക്കാരുടെ അതിൽ വരുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. ആ സമയത്ത്. എങ്ങനെ? പക്ഷെ ഇന്നത്തെ കവിതകൾ എടുക്കുമ്പോൾ തീവ്രമായ കവിതകൾ ഇല്ല എന്നല്ല, പക്ഷെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു ഇമോഷന്റെ ഇത് അത്ര കൂടുതലായി കാണുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അനുഭവങ്ങൾ കുറവായത് കൊണ്ടായിരിക്കുമോ? തീർച്ചയായും നല്ല കവിതകൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ കവിത വരുന്ന സങ്കേതത്തെ ജനം സംവേദനക്ഷമമാണോ എന്നുള്ളതാണ് പ്രശ്നം. ജനവുമായി സംവദിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. ഈ കവിത ഗംഭീരം കവിത വരുന്നുണ്ട്. ആ കവിത നമ്മൾ പിന്നെ എന്തു പറയുന്നത്, കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കും പോലെയാണ്. അപ്പോൾ നമ്മുടെ ആരുടെ കയ്യിൽ ഹൃദയത്തിലേക്കാണോ ഒഴുകേണ്ടത് അത് ഒഴുകേണ്ട രീതിയിൽ ഒഴുകാൻ കഴിയുന്നില്ല. അവരുടെ ആ ഒഴുക്കിൻ്റെ ചെന്ന് വീഴുന്നത് കമിഴ്ത്തി വെച്ച കുടങ്ങളിലാണ്. ആദ്യം മനുഷ്യനെ അവരുടെ ഹൃദയങ്ങളെ നിവർത്തി വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എഴുത്തുകാർ, സാഹിത്യ പ്രവർത്തകർ. അപ്പം അതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണ്. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുന്നത് എല്ലാ ഗ്രാമങ്ങളിലും വായനശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസിലും എല്ലാം തന്നെ നമുക്ക് സാഹിത്യ സമ്മേളനങ്ങളും ഫെസ്റ്റിവലുകളും ധാരാളം വരുന്നു. പുസ്തക മേളകൾ വരുന്നു. 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സാധനം ഫെസ്റ്റിവലുകളാണ്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഞാൻ പറഞ്ഞ അങ്ങനെ മലയാളിയുടെ ഹൃദയത്തെ എഴുത്തിൻ്റെ ഒഴുക്കിന് വേണ്ടി കമിഴ്ന്നിരിക്കുന്ന ഹൃദയത്തെ നിവർത്തി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം. ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ മാഷിൻ്റെ തന്നെ ബാഗ്ദാദ് എന്ന് പറയുന്ന കവിതയുണ്ടല്ലോ. മണൽ കരിഞ്ഞു പറക്കും നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തല കീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. അങ്ങനെ പോകുന്നത്. പക്ഷേ ഈ കവിതകൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ ചൊല്ലി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പം മാഷിൻ്റെ കവിതകളോടൊപ്പം തന്നെ മാഷിൻ്റെ ശബ്ദം പോലും ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ശബ്ദവും കവിത ചൊല്ലുന്ന രീതിയും ഇത് മനുഷ്യരിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ കവിത ഉദാത്തമായ കവിതകളായതുകൊണ്ടല്ല പിന്നെ ജനഹൃദയങ്ങളിൽ എത്തുന്ന, ജനത്തിന് മനസ്സിലാകുന്ന അവൻ്റെ ജൈവ ഭാഷയിൽ എഴുതാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടും അത് ചൊല്ലൽ എന്ന് പറയുന്ന പിന്നെ മാധ്യമത്തിലൂടെ അവരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടും മാത്രമാണ് എൻ്റെ കവിത ജനങ്ങളുടെ ഹൃദയത്തിലെത്തിയിരിക്കുന്നത്. എത്രയോ മനോഹരങ്ങളായ കവിത ഇപ്പോഴും വരുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ആദ്യം അവരുമായി സംവദിക്കാൻ കഴിയണം. അപ്പം നമ്മൾ വലിയ വലിയ വർത്തമാനം പറഞ്ഞിട്ട് പുതിയ തേങ്ങയാണ് കവിത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ പിന്നെ തോല് മാറ്റി അതിനകത്തെ ചകിരി മാറ്റി പിന്നെ അതിനകത്തെ ചിരട്ട മാറ്റി അതിനെ പൊട്ടിച്ച് അതിനകത്തുനിന്ന് മാത്രമേ സാഹിത്യം ആസ്വദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ഈ പഴയ കൺവെൻഷണൽ ചിന്തയുണ്ടല്ലോ, ആദ്യം അത് മാറണം. സാധാരണ മനുഷ്യന് എപ്പോഴും സംവദിക്കാൻ കഴിയുന്ന അവൻ്റെ സ്നേഹഭാഷയിൽ ഏത് ഉദാത്തമായ ആശയത്തെയും വികാരത്തെയും അടയാളപ്പെടുത്തി കൊടുക്കണം. ആ അർത്ഥത്തിലേക്ക് എഴുത്തുകാരും കുറച്ച് മാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ചൊല്ലലിന് എൻ്റെ കവിതയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്തിപ്പെടുന്നതിൽ എൻ്റെ ആലാപനത്തിന് നിർണായകമായൊരു പങ്കുണ്ട്. അത് വസ്തുതയാണ്. മാഷിൻ്റെ കവിതകളിൽ വേദനയും പ്രതിഷേധവും ഒക്കെ ഒരുപോലെ വരുന്ന കവിതകളാണ്. അപ്പോൾ ഒരു
ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മാഷ് എപ്പോഴെങ്കിലും കവിത ചൊല്ലുമ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നതും മാഷപ്പോൾ ധാരാളം ധാരാളം. പിന്നെ വേണ്ടിയിരുന്നില്ല ചൊല്ലണ്ട എന്നൊക്കെ തോന്നുന്നു? അങ്ങനെയും തോന്നിയിട്ടുണ്ട്. ധാരാളമുണ്ട്. ധാരാളം എന്ന് പറഞ്ഞാലേ ഈ കവിത തെരുവുകളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഈ തെരുവിൻ്റെ വൈകാരികതകൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുകയും അതിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു കവിയുടെയാണ് ഞാൻ. ഈ സാധാരണ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലൊരു തെരുവിൽ ഇങ്ങനെ കവിത ചെല്ലുമ്പോൾ 3 മീൻ വിൽക്കുന്ന ചേച്ചിമാരിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മീൻ അവരിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബസ്സൊക്കെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കവലയിൽ നിന്ന് കവിത ചൊല്ലുന്നുണ്ട്. അപ്പോൾ കവിത ചൊല്ലി ഇറങ്ങുമ്പോൾ ആ മീൻ വിറ്റുകൊണ്ടിരുന്നതിൽ ഒരു ചേച്ചി, ഒരു സഹോദരി എണീറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഇരിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ നാറും, എൻ്റെ കൈയൊക്കെ നാറും. ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി, എനിക്ക് എൻ്റെ മക്കളെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സത്യത്തിൽ ഈ കവിതയും കൊണ്ട് തെരുവുകളിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതിനപ്പുറം ഒരു കവിക്ക് കിട്ടാവുന്ന സാധ്യതകൾ വേറെ ഒന്നുമില്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബാഗ്ദാദ് എന്ന കവിത ആ കാലത്തൊക്കെ ചൊല്ലുമ്പോൾ ഈ ഇരിക്കുന്ന വേദിയിൽ അനിയത്തിമാർ, സഹോദരിമാർ കരയുന്നത് കാണാറുണ്ട്. കാരണം അപ്പോൾ അവർ മനസ്സിൽ വരുന്നത് ഈ ചത്ത് കിടക്കുന്ന കുട്ടി എൻ്റെ മോനാണെങ്കിൽ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ഉയർത്തിവിടാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പല വേദികളിലും നേരിട്ട് ഈ കവിത എങ്ങനെയാണ് മറ്റുള്ള ഹൃദയത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നത് എന്ന് നന്നായി കവിത ചൊല്ലിയത് വേണ്ടായിരുന്നു അവിടെ കവിത ചൊല്ലേണ്ടായിരുന്നു എന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ വയനാട്ടിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10, 15, 20ഓളം വർഷത്തിനകത്താവും ആ കർഷകരുടെ ആത്മഹത്യ ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. 90കളുടെ അവസാനത്തിൽ ഈ ഗ്ലോബലൈസേഷൻ ഇടിച്ചു കയറിയപ്പം കൃഷി അങ്ങ് പോയല്ലോ. മാത്രമല്ല ആ സമയത്ത് തന്നെ പ്രകൃതിക്ഷോഭവും പ്രകൃതി വരൾച്ച, ഈ നയവ്യത്യാസവും, അതായത് സാമ്പത്തിക രംഗത്തുണ്ടായ ഈ കമ്പോളത്തിൻ്റെ ഇടിച്ചു കയറ്റത്തിൻ്റെ നയവ്യത്യാസം വന്ന അതേ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായ വരൾച്ചയുണ്ടായി. ഈ രണ്ടും കൂടി ആയപ്പോഴാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന, കുറച്ച് കുറവായിരുന്നു, ഉള്ള കൃഷിയും കർഷകരും വല്ലാതെ ആയത്. ആ കാലത്ത് ഒരു നിവൃത്തിയുമില്ലാതെ വ്യാപകമായി കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ ധാരാളം കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അതൊരു ട്രെൻഡായിരുന്നു ഒരു 15 വർഷത്തിന് മുമ്പ്. ആ കാലത്ത് ഞാൻ അങ്ങനെ ഒരു കർഷകൻ്റെ ആത്മഹത്യയെ കുറിപ്പ് പത്രത്തിൽ, ആത്മഹത്യക്കുറിപ്പല്ല, ആത്മഹത്യയെ സംബന്ധിച്ച വാർത്ത കേട്ടിട്ട് എഴുതിയതാണ് ഒരു കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പെന്ന കവിത. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക എന്ന് തുടങ്ങുന്ന കവിത. ആ കവിത അവസാനിക്കുന്നത് വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടിക്കടത്തെയ്യങ്ങളാട്. വൈക്കോൽ മിനാരം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അറിയാം, എൻ്റെ നാട്ടിലെ വീടുകളിലെ എല്ലാം മുന്നിൽ ഒരു കാലമാകുമ്പോഴേ ഈ വൈക്കോലിങ്ങനെ മിനാരം പോലെ കൂട്ടി നിൽക്കും. വൈക്കോൽ കൂന, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിനാരം പോലെ. അപ്പോൾ ഈ വൈക്കോൽ മിനാരങ്ങളിങ്ങനെ നിരന്ന് നിൽക്കുന്ന വീടുകൾ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്ന് ചെണ്ട കൊട്ടിക്കടത്തെയ്യങ്ങളാടുന്നു, ഇനി എൻ്റെ ചലനവുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ചലനവുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക,
ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ പാട്ടുകൾ എടുത്തു കൊള്ളുക, ഇനി എൻ്റെ ബോധവും എടുത്തു കൊള്ളുക എന്ന് തുടങ്ങുന്ന കവിതയാണ്. അപ്പോൾ കർഷക ആത്മഹത്യക്കെതിരെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി സാഹിത്യ അക്കാദമി നടത്തിയ വലിയൊരു യാത്രയുണ്ടായിരുന്നു ആ സമയത്ത് വയനാട് വഴി. കാരണം വയനാട്ടിൽ നിന്ന് കർഷകരാണ് ആ കാലത്ത് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് വൈകുന്നേരം സന്ധ്യയിൽ ഈ വാഹനം അവിടെ എത്തുന്നു. അവിടെ കുറേ കവലയിൽ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ഞങ്ങൾ അന്ന് മുകുന്ദ മാഷിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മുകുന്ദ മാഷ് സംസാരിക്കുന്നു. തുടർന്ന് അതിൽ ജാഥയുടെ അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും വർത്തമാനം പറയുന്നു. അപ്പോൾ എന്നോട് കവിത എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. തെരുവിൽ നിന്ന് ആളുകൾ വിളിച്ച് പറയുമല്ലോ. അപ്പം ഞാൻ ഈ യാത്രയിൽ ഉടനീളം കയറുമ്പോഴേ വിചാരിച്ചിരുന്നു ഈ കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് എന്ന കവിത ഈ പരിപാടി ആലപിക്കാൻ പാടില്ല. കാരണം എന്താണ്, ഈ പരിപാടി എന്താണ്, ആത്മഹത്യക്ക് എതിരെയുള്ള ഒരു പ്രതിരോധമാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരം. അപ്പം അവിടെ ആത്മഹത്യക്കുറിപ്പ് എന്ന് പറയുന്ന കവിത ചൊല്ലുമ്പോൾ അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ഞാൻ ചൊല്ലാൻ പാടില്ല തീരുമാനിച്ചാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് ഞാൻ ബാഗ്ദാദ് എന്ന കവിത ചൊല്ലി. അപ്പോൾ അവിടെ നിന്ന ചില ആളുകൾ എന്നോട് കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് ചൊല്ലണമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു 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 50-55 വയസ്സുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സാർ കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞു. അപ്പോൾ ഞാൻ കേൾക്കാത്ത മട്ടിയിരുന്നു, കാരണം എനിക്കിത് മനസ്സിലുണ്ട്. പക്ഷെ അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല എന്ന് ചൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് ചൊല്ലി. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. ആ കവിത ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പഴയ സ്വപ്നങ്ങൾ ഇല്ല, ഈ കരിഞ്ഞു കിടക്കുന്ന നിലത്തിലൂടെ നടന്നു പോകുന്ന കർഷകൻ കാണുന്ന പഴയ കർഷകൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന ഓർമ്മകളാണ്. ഞണ്ടിൻ കൂട്ടങ്ങൾ, കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഞണ്ടിൻ കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, പിന്നെ വയൽ ചിപ്പി, അത് ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്ത് കണ്ണി എന്ന് പറഞ്ഞാൽ ചെറിയ മീനാണ്. മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ. നമ്മളിങ്ങനെ പരുവപ്പെടുത്തിയിട്ടിരിക്കുന്ന നിലത്തിൽ ഇങ്ങനെ വയലിൽ ഇങ്ങനെ കാൽ വെച്ചാൽ അവിടേക്ക് വെള്ളം ഇങ്ങനെ കിനിഞ്ഞു വീഴും. ആ പാദത്തിൽ അതിലേക്ക് കൊച്ചു മീനുകൾ വരും. അപ്പോൾ ഈ ഓർമ്മകൾ, കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ, മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ, ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേതസന്യാസികൾ. ശ്വേതസന്യാസി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊക്കിനെയാണ്, വെള്ളക്കൊക്ക്. അതിങ്ങനെ ഒറ്റ കാലിലാണ് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കും. അത് ധ്യാനിച്ച് നിൽക്കുകയാണ്. മറ്റവൻ വരുന്നവരെയാണ്, എന്നാലും അങ്ങനെ ധ്യാനിച്ച് നിൽക്കുന്ന വെള്ളക്കൊക്ക്. ഈ കാഴ്ചകളെല്ലാം മറഞ്ഞു. ഇപ്പോൾ കാണുന്നത് ചെണ്ടകൊട്ടി കടത്തെയ്യങ്ങളെയാണ്. അപ്പോൾ ഇത് ചൊല്ലി അവസാനിക്കുമ്പോൾ ആ ആൾ നിന്നിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജീപ്പിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പുരുഷൻ കടലുണ്ടി, അദ്ദേഹം വൈസ് ചെയർമാനാണ് അതിൻ്റെ അക്കാഡമിയുടെ, അപ്പോൾ പറഞ്ഞു മുരുകൻ ഇങ്ങനെ ആ കവിതയിലും ഒരാളവിടെ നിന്ന് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. അടുത്ത ദിവസത്തെ പത്രത്തിലെ അമ്പലവയലിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം ഞാനകത്ത് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ കവിത സത്യത്തിൽ ഒരിടത്തും ചൊല്ലാൻ പാടില്ലെന്നൊരു തോന്നലുണ്ടായി എനിക്ക്. തീർച്ചയായിട്ടും എനിക്ക് ആ മുഖം ഇപ്പോഴും ഇതിൽ കാണുമ്പോഴേ, ചരമക്കുറിപ്പോളം അന്നത്തെ കാണുമ്പോൾ അതിൽ അമ്പലവയലിൽ കർഷക ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഓർമ്മ വന്നു. അപ്പം ഞാൻ പറയുന്നത്, ചില വാക്കുകൾ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എല്ലാം വരണമെന്നുമില്ല. അപ്പോൾ എല്ലാ വാക്കുകളും നമ്മൾ പോസിറ്റീവ് ആവണമെന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും എഴുതുന്നതെങ്കിലും ചിലതൊന്നും ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു 90s കിഡ്സ് എന്ന് പറയുമ്പം പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും മാഷിൻ്റെ രേണുക കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പം ആ ഒരു തലമുറയെ തന്നെ പ്രണയിക്കാൻ അല്ലെങ്കിൽ പ്രണയത്തിനോട് ചേർത്ത് നിർത്തിയ ഒരാളാണ് മാഷ്. അപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? എല്ലാവരും റിപ്പീറ്റഡ്ലി ആ കവിത കേൾക്കുമ്പോഴും വലിയ സന്തോഷമുണ്ട് നമ്മൾ. അതിന് കാരണം
പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. ഈ പലതരം പ്രണയബോധങ്ങളുണ്ട് എന്ന കാര്യത്തെ ഒരു കവിതയിൽ അടയാളപ്പെടുത്തിയതാണ് ആ കവിത. വ്യത്യസ്തമാണ്. അപ്പം അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു ഭ്രമമാണ് പ്രണയമെന്നും പറയുന്നുണ്ട്. ഭ്രമമാണ്, വെറും ഭ്രമം. ഭ്രമം അല്ലാതെയും പറയും. ആ കവിത തന്നെ അതല്ലാത്ത പ്രണയം ആണ് കൂടുതൽ പോസ് ചെയ്യുന്നത്. പക്ഷേ ഭ്രമമായ പ്രണയം ഉണ്ടെന്ന് എല്ലാവരും അറിയണമല്ലോ. അതിൽ തന്നെ കവിത രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കുമറയുന്ന ഘനഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. പിരിയുന്നു രേണുകേ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. ഈ ഒരു കവിത എന്ന് പറയുമ്പോഴേ അറിയാത്തവർക്ക് പോലും ആ ഒരു 2 ലൈൻ ഉണ്ടല്ലോ, ഓർമ്മിക്കാൻ ഞാൻ എന്ത് നൽകണം. ഇന്നും പലരും അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. പക്ഷെ ഈ സമൂഹത്തിന്റെ അനീതികളെ പലപ്പോഴും മാഷിന്റെ കവിതകളിലൂടെ അതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അനീതികളെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട്. അപ്പോൾ ഈ വേദനയ്ക്കും അനുഭവങ്ങൾക്കും അപ്പുറം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ട വിഷയങ്ങളല്ലേ മാഷ് കവിതകളിൽ പലപ്പോഴും പറയുന്നത്. ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ പിന്നെ ഒരു പക എന്നൊരു കവിത ഉണ്ട്, അതിൽ ഉണർത്തുപാട്ടെന്നൊരു കവിത. ഇനിയും നിന്റെ ചരിത്രം ചൊല്ലി മയങ്ങി ഉണർന്നൊരുഷസ്സു വിളിപ്പു ഉണരുക മഞ്ചാടിക്കുന്ന വിടിലുള്ളതു യന്ത്രപ്പുകിൽ മാത്രം. കുന്നിൻ കാമിനി പുഴ കരയുന്നു കലങ്ങി മറിഞ്ഞു ശവത്തിൻ മുന്നിൽ മുടിചിക്കി പുലപാടി അലപ്പൂ. പുള്ളിണ ചേർന്ന മരങ്ങൾ മുറിച്ചു പൂക്കൾ മണത്തൊരു മേടു കരിച്ചു പുല്ലാങ്കുഴലു പിറന്ന മുളങ്കാടൊരു ചാരക്കടലായി മറഞ്ഞു എന്നാണ്. ചാരക്കടലായി മറഞ്ഞു. അപ്പൊ പുള്ളിണ ചേർന്ന മരമില്ല, പൂക്കൾ മണത്ത മേടില്ല, പുല്ലാങ്കുഴല് പിറന്ന മുളങ്കാടില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ അവൻ്റെ ചൂഷണത്തിൻ്റെ ഉപാധിയായിട്ട് അല്ലെ അവൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റി, അല്ലെ ചൂഷണം ചെയ്യാനുള്ള വസ്തുക്കളാണിതെല്ലാം. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം, ആ ഒരു ചിന്തയുണ്ട്. അത് പല രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ
കാണുന്നതെല്ലാം മനുഷ്യന് തിന്നാൻ വേണ്ടിയുള്ളതാണ്, ഇത് എല്ലാം ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് എന്ന ഒരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പുരോഹിത വർഗവും മതവും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് ആസ്വദിക്കാൻ വേണ്ടിയുള്ള സാധനം അല്ലല്ലോ. മനുഷ്യൻ അവിടെ ജീവിക്കുക, പോവുക. എത്രയോ ജീവജാലങ്ങളുണ്ട്, അവർക്കെല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഇതെല്ലാം കൂടെ മനുഷ്യന് വേണ്ടിയുള്ള ഏത് പശുവിനെയും, ഏത് പന്നിയെയും, ഏത് കാളയെയും, ഏത് മൃഗത്തെയും, ഏത് വനത്തെയും എല്ലാം വേണം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭക്ഷണം വേണം, മൃഗങ്ങൾക്ക് ഭക്ഷണം വേണം. മൃഗങ്ങളിൽ തന്നെ മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുന്ന അത് പ്രകൃതി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാം മനുഷ്യനും അങ്ങനെയൊക്കെ ആകാം. പക്ഷേ ഇതെല്ലാം തന്നെ എനിക്ക് മാത്രമുള്ളതാണ് എന്നൊരു തോന്നൽ അടിസ്ഥാനപരമായി ഈ പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്ത് ഇല്ലാതാക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കാലം കഴിയുമ്പോൾ, കുറേ കാലമല്ല, കാലങ്ങളായി നമ്മൾ പ്രകൃതിയെ ഭൂമിയെ അങ്ങനെ വല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതിൽ ഈ ഗ്ലോബൽ വാർമിങ്ങും ഈ ഓസോൺ പാളിയുടെ പ്രശ്നങ്ങളും ഈ നമ്മൾ കാണുന്ന കുതറലുകൾ, ഭൂമിയുടെ കുതറലുകൾ, പക എന്നൊരു കവിതയിൽ ഞാനത് പറയുന്നുണ്ട്. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു, കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു, പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. അങ്ങനെ ചുവന്ന തെച്ചികൾ വിഷം തിന്ന് വെളുത്തിരിക്കുന്ന കാലത്തിലേക്ക് പ്രകൃതിയെ, പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ കഴിയണം. അതും കവിതയുടെ ഒരു കടമയാണ്. മാഷ് കവിതകളിൽ രാഷ്ട്രീയ കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം എഴുത്തുകാർ അവരുടെ നോവൽ കവിതകളിലൂടെയൊക്കെ രാഷ്ട്രീയങ്ങൾ പറയുന്നു. എന്നാൽ അതിനും അപ്പുറം കവികൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ നേരിട്ട് തന്നെ, ഡയറക്റ്റായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യം ഒരുപാട് ചർച്ചയിലേക്ക് പോയിട്ടുണ്ട്. അതായത് കേരളത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന അവർ എതിർപക്ഷത്തിലും, അതായത് പ്രതിപക്ഷത്തിലും അവർ വരണം എന്നുള്ളൊരിത് പറയുകയും അത് വളരെ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മാഷിന് എന്താണ് അതിനെക്കുറിച്ചുള്ള ആ ഒരു കവികൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ ഇടപെടുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചും എന്താണ് മാഷിൻ്റെ കാഴ്ചപ്പാട്? കവികൾ തീർച്ചയായും ജീവിച്ചിരിക്കുന്ന കാലത്തോട് കലഹിക്കണം, ഇടപെടുക തന്നെ വേണം. ഇടപെടാൻ പാടില്ല എന്നല്ല. എനിക്ക് പ്രത്യക്ഷമായൊരു പക്ഷമുണ്ട്. എനിക്കാണെങ്കിൽ കൃത്യമായ ഒരു പക്ഷമുള്ള കവിയാണ് ഞാൻ. എൻ്റെ പക്ഷം ഞാൻ എൻ്റെ കവിതകളിലൂടെ വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. ചിലവരങ്ങനെയല്ല, അവരങ്ങനെ ഒരു പക്ഷം പറയില്ല. എനിക്ക് പക്ഷമില്ല എന്ന പക്ഷം പറയും അവർ. അതൊരു പക്ഷമാണ്. ഈ പക്ഷമില്ലെന്ന് പറയുന്നതിന് പല സൗകര്യങ്ങളുണ്ട്. ഏത് ഭരണകൂടം വന്നു കഴിഞ്ഞാലും തങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളും മാനങ്ങളും അത് ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രം നിന്നാൽ ആ പക്ഷത്തിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതേസമയം എല്ലാ പക്ഷത്തും നിന്നാൽ എനിക്ക് പക്ഷമേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗകര്യപ്പെടലുണ്ട്. അങ്ങനെ ആ സൗകര്യങ്ങൾ കാലാകാലങ്ങളിൽ മാറി മാറി അനുഭവിക്കുന്ന എഴുത്തുകാരും കലാകാരന്മാരും ഉണ്ട്. അവരതിനു വേണ്ടി അവർക്ക് പക്ഷമില്ല എന്ന് പറയും. ജനാധിപത്യത്തിൽ കൃത്യമായ പക്ഷം ഉണ്ടാകണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. നല്ല ആശയബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ജനതയ്ക്ക് ഒരു ആരോഗ്യമുള്ള ഭരണകൂടം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കെന്ത് വേണം? പക്ഷം ഉണ്ടാകണം. എനിക്ക് കൃത്യമായ പക്ഷം ഉണ്ട്. സച്ചിദാനന്ദ മാഷിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തികച്ചും അനൗചിത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഡീപ്പായിട്ട് രാഷ്ട്രീയം പറയുന്നതിന് ഒരു കുറ്റവുമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ പങ്കാളിയായി നിന്നുകൊണ്ട് ഒരു ഇലക്ഷൻ സമയത്ത്, ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കാൻ പോകുന്നൊരു കാലത്ത് കൃത്യമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയ സംബന്ധിയായ, അല്ലാതെ രാഷ്ട്രീയ പക്ഷമല്ല പറഞ്ഞത്, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയും. അത്ര അവഗാഹമായ പാണ്ഡിത്യമുള്ള, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹാനായ കവിയാണ് അദ്ദേഹം. കവി മാത്രമല്ല, വലിയ സാംസ്കാരിക സാഹിത്യ അദ്ദേഹത്തിന് ഡീപ്പായ രാഷ്ട്രീയം പറയാൻ കഴിയും. ആ രാഷ്ട്രീയ പറച്ചിൻ്റെ മുന്നിൽ നിന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരും കേരളത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കക്ഷി രാഷ്ട്രീയമാണ്. അത് വെറും അപക്വമായ ഒരു കക്ഷി രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹം പറഞ്ഞത് ഇനി അടുത്ത് ഈ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് എൻ്റെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പോകണം, എന്നിട്ട് വേറെ ആൾ വരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകണമെന്നാണ് പറയുന്നത്. അദ്ദേഹം സർക്കാരാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം കൂടെ ചേർന്നതാണ് ഇപ്പോഴത്തെ ഭരണം. അദ്ദേഹം കൂടെ ചേർന്നതാണ് ഭരണകൂടം. ഈ ഭരണകൂടം മോശമാണ്, ഇത് മാറി നിൽക്കണം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ മാറി നിൽക്കണമെന്ന് സ്വയം പറയുന്നതാണ് അല്ലേ? അദ്ദേഹം ഭരണകൂടത്തിൻ്റെ പാർട്ടാണെന്നേ. അപ്പോൾ ഭരണകൂടത്തിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് ഞാൻ മാറണമെന്ന് പറയാതെ അങ്ങ് മാറിയേ പോരെയെന്നേ. എന്നിട്ട് പറയണം നിങ്ങളും കൂടെ മാറും എന്ന് പറയണം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു കാര്യം. അത് ആണെങ്കിൽ അതിനൊരു പക്വതയുണ്ട്. ഇത് ഞാൻ തന്നെ മാറണം, ഞാൻ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം ഞാൻ ഇതിനകത്തിരുന്നു, 5 വർഷമായി അദ്ദേഹവും ഭരണകൂടത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്ത് വിജയിച്ചില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത്. ഇനി ഞാൻ മാറിയിരുന്നാലേ ഞാൻ വിജയിക്കൂ എന്ന് പറയും പോലെയാണ് ഈ ഭരണകൂടം മാറണമെന്ന് അദ്ദേഹം സ്വയം പറയുന്നത്. തികച്ചും അപക്വവും. പിന്നെ എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് ഒരു മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്നത് രാഷ്ട്രീയം നിർബന്ധമായും ഉണ്ടാകണം, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകണം. പക്ഷേ അത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആവരുത്. അല്ലെങ്കിൽ അതിന് സാഹചര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെയും വളരെ പ്രതിലോമകരമായ രാഷ്ട്രീയം തള്ളിക്കയറാൻ ഇടയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയും ഒക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രതിലോമകരമായ ഫാസിസ്റ്റ് ബോധം ഉള്ള, അതായത് ഒരു അരാഷ്ട്രീയ മനസ്സുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്തു ഈ കമ്പോളം. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല, അവിടെ പാടില്ല, ഇവിടെ എന്ന് പറഞ്ഞ് പുതിയ തലമുറയിൽ രാഷ്ട്രീയ ബോധമേ ഇല്ല. അങ്ങനെ രാഷ്ട്രീയ ബോധമില്ലാത്തൊരു തലമുറയുടെ ഹൃദയത്തിലേക്കാണ് ഈ വർഗീയതയും ഈ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ ഇടിച്ചു കയറി നിൽക്കുന്നത്. അത് വീണ്ടും ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമായി നാളെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ അനാവശ്യമായ ഒരു കാര്യം ഭരണകൂടത്തിൻ്റെ പങ്കാളിയായി ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾ പറയുക എന്ന് പറയുന്നതിൽ അനൗചിത്യം വളരെ വലുതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ്. മാഷ് കവിതകൾ മാത്രമല്ല സിനിമകളിലും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സിനിമകളിൽ ഗാനങ്ങൾ രചിക്കുമ്പോൾ കവിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം സിനിമയിൽ ചെല്ലുന്നത് കവിത എഴുതാനല്ലല്ലോ. ഇപ്പോൾ സിനിമയുമായും കവിത എഴുതാൻ ഞാൻ കവിത എഴുതുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ആക്കോളാം. നമ്മളെ സിനിമയിൽ ഒരാൾ ഒരു ആൾ ക്ഷണിക്കുന്നത് എന്തിനാണ്? ആ സിനിമയ്ക്ക് ആവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് കഴിയുമെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ പോകണം. ഒരസൗകര്യവും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ പറയുന്ന സിറ്റുവേഷനാണ് ഇതാണ്. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അവർ പറയുന്നു, അതിനനുസരിച്ച് ആ ഭാവത്തെ ഉൾക്കൊണ്ട് ആ കാര്യം പ്രതിഫലിപ്പിക്കാൻ എനിക്ക് കഴിയണം. അത് അത്രയേ ഉള്ളൂ. അതൊരു വലിയ ക്രിയേറ്റീവായിട്ടുള്ള മേഖലയാണ്. ഈ ഗാനരചന എന്ന് പറയുന്നത് നല്ല കൊള്ളാവുന്നൊരു മേഖലയാണ്. ആ മേഖലയിൽ പുതിയ പുതിയ ആളുകൾ വരണം. നല്ല ആളുകൾ ഇപ്പോഴും നമ്മുടെ മലയാളത്തിലുണ്ട്, ഒരു കുഴപ്പമില്ല. പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ പോലും മനോഹരമായി രചിക്കുന്നുണ്ട്. ഒരു കവിതയ്ക്കും അത് ദോഷം ചെയ്യില്ല. ആ എഴുതുന്ന കവിയെ അത് ബാധിക്കുകയില്ല. അദ്ദേഹത്തിന് വയലാറൊക്കെ എന്താണ് കവിതയെ സിനിമാ ഗാനത്തോട് അടുപ്പിച്ച് നിർത്തിയാലല്ലേ വയലാർ അല്ലേ? അല്ലെങ്കിൽ സിനിമാ ഗാനത്തെ കവിതയോട് അടുപ്പിച്ച് നിർത്തി, അങ്ങനെയും പറയാം. അപ്പോൾ അവർ തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അത് മലയാള ഭാഷയ്ക്ക് കിട്ടുന്ന വലിയ ശേഷിപ്പ്. ഇപ്പോൾ ഉദാഹരണം മലയാള സാഹിത്യ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ വയലാറിൻ്റെ പാട്ടുകൾ ഉൾപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഈ സിനിമാ ഗാന ശാഖ എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതും സാഹിത്യ പ്രവർത്തനമാണ്. അതുകൊണ്ട് കവിത എഴുതുന്ന ആളുകൾക്ക് സംഗീത ലോകത്ത് വരുമ്പോൾ ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്കും സാധ്യതയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് സ്വതന്ത്രമായി അങ്ങോട്ട് എഴുതി പഠിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് സമരസപ്പെടേണ്ടി വരും. കാരണം സിനിമാ ഗാനം എന്ന് പറയുന്നത് ഒരാളിൻ്റെ സംഭാവന അല്ല, ആണോ? അത് സംഗീതം തന്ന ആളിൻ്റെ വലിയൊരു പ്രതിഭ അടങ്ങിയിട്ടുണ്ട്. ആ സംഗീതം തന്നതിനനുസരിച്ച് എഴുതിയ എഴുത്തുകാരൻ്റെ പ്രതിഭ അടങ്ങിയിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ പറഞ്ഞു തന്ന സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും പ്രതിഭ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഇത് നന്നായി ആലപിക്കുന്ന പാടുന്ന മഹാഗായകൻ്റെ ഗായികയുടെ ഇത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ആളുകളുടെ ഒരു ബ്ലെൻഡാണ് ഒരു സിനിമ കാണാൻ. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാളിന് തനിക്ക് ഇതാണ് സാധനം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്ന
കവിതകൾ, ഈ ഹൈക്കു കവിതകൾ എന്ന് പറയും. അതായത് 2 വരി 4 വരി കവിതകൾ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ആയിട്ടൊക്കെ വരുന്ന കവിതകൾ, ആ തരത്തിലുള്ള കവിതകൾ ഇന്ന് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ആ കവിതകളെ കുറിച്ച് എന്താണ് മാഷിന്റെ അഭിപ്രായം? നല്ല ഗംഭീരമാണല്ലോ. കുഞ്ഞുണ്ണി മാഷൊക്കെ അതിൽ അങ്ങനെയുള്ള മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്ത ആളുകളാണ്. ഇപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മളെ പിന്നെ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. വീരാൻകുട്ടിയൊക്കെ ആ വീരൻ മനോഹരമായ ഹൈക്കു കവിതകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതെല്ലാമാണ്. വൈവിധ്യം വേണം കവിതയ്ക്ക്. ചൊല്ലാൻ കഴിയുന്ന കവിത വേണം, ചൊല്ലാൻ കഴിയാത്ത കവിത വേണം, ഒഴുകുന്ന കവിത വേണം, കെട്ടിക്കിടക്കുന്ന കവിത, കുളം പോലെ കെട്ടിക്കിടക്കുന്ന കവിതയുണ്ട്, ഉം, കൊച്ചു കാട്ടരുവികളായി ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കി പോകുന്ന കവിതകളുണ്ട്, ഉം, മഹാസമുദ്രം പോലുള്ള കവിതകളുണ്ട്. ഉം, എന്ന് വിചാരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കവിത എന്ന് പറയാൻ പാടില്ല. ഉം, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കവിത എന്ന് പറയുന്ന ശാഖയ്ക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈക്യു കവിത എല്ലാവർക്കും അങ്ങനെ ചാടിക്കയറി എഴുതാൻ പറ്റുന്നതല്ല. നല്ല വാസനയുള്ള ആളുകൾക്ക് ആണ് ഒരു വലിയ കാര്യത്തെ 1 2 വാക്കിലോ വരിയിലോ ഉം. അല്ലേ അതെ. പിന്നെ ആരോപിച്ച് നിർത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതിലൊക്കെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഭാഷയ്ക്ക് ഗുണം ചെയ്യും എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് എന്തിനാണെങ്കിലും മുരുകൻ കാട്ടാക്കട എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഒരു 3-4 കവിതകൾ ആദ്യം വരും. മാഷിനെ അറിയാം, കണ്ണട, പിന്നെ ബാഗ്ദാദ്, രേണുക, രക്തസാക്ഷികൾ. പക്ഷെ ഇതിനും അപ്പുറം ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് മാഷ് എഴുതിയിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ കൂടുതൽ കേൾക്കാത്ത കവിതകളെക്കുറിച്ച് മാഷിനെന്ന് പറയാം. അതുപോലെ ഒരു കവിത എന്ന് വെച്ചാൽ നമ്മുടെ സമയം കഴിയാറായി, കൂടുതൽ മാഷ് ഒരിടത്തും ചൊല്ലിയിട്ടില്ലാത്ത ഒരു കവിത ചൊല്ലി നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പും ചെയ്യാം. സന്തോഷമുണ്ട് അങ്ങനെ ചോദിച്ചാൽ. കാരണം അറിയാം മോളെ, ഞാൻ പിന്നെ ആഗ്രഹിച്ച കവിത ഉണ്ട്, ആളുകൾ ശ്രദ്ധിക്കണമെന്നൊക്കെ. തിരികെ യാത്ര എന്നൊരു കവിതയുണ്ട്. മതിലുകൾക്കക്കരെ പുഴ കരഞ്ഞിടുന്നു, വരിക വരിക ഭഗീരഥ വീണ്ടും, വരിക ഭഗീരഥ വീണ്ടും, വാമനന്മാരായി അളന്നളന്നവരെൻ്റെ തീരങ്ങളിൽ വേലി. അതായത് പുഴകൾ ഇപ്പോൾ ഭഗീരഥനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ മനുഷ്യർ ഞങ്ങളെ വേദനിപ്പിച്ച് മതിയായി, ഇനി ഇവിടെ നിൽക്കാൻ തയ്യാറല്ല, ഞങ്ങളെ തിരികെ ആകാശഗംഗയെ ഇങ്ങനെ ചാലുകീറി കൊണ്ടുവന്ന ആളാണ് ഭഗീരഥൻ. അപ്പോൾ ഭഗീരഥനോട് പുഴ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കവിതകളെ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച കവിതകൾ പലതുമുണ്ട്. ഇപ്പം അവസാന വണ്ടി എന്നൊരു കവിത ഉണ്ട് എൻ്റെ. അജ്ഞാതമേതോ മഹാ അന്ധകാരത്തിൽ എന്നെ ഇറക്കിയിട്ട് അവസാന വണ്ടി പോയി എന്ന് തുടങ്ങുന്ന ഒരു കവിത. ഈ അവസാന വണ്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മൾ അറിയാതെ ഇറങ്ങിപ്പോകുന്നതാണ് മരണം. അപ്പം നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തി ഇറങ്ങുന്നവരുണ്ട് ചില ആളുകൾ അപ്രതീക്ഷിതമായി ഇറങ്ങിപ്പോകുന്നവരുണ്ട്, ചിലർ അബദ്ധത്തിൽ ഇറങ്ങിപ്പോകുന്നവരുണ്ട്, ചിലർ ഇറങ്ങുമ്പോൾ കൂടെ കുറേ ആളുകളും കൂടെ ഇറങ്ങും, ചില ആളുകൾ ഒറ്റയ്ക്ക് ഇറങ്ങും. അപ്പോൾ ഈ അവസാന വണ്ടിയിലെ യാത്രക്കാരാണ്, ഈ ജീവിതം എന്ന് പറയുന്ന അവസാന വണ്ടിയിലെ യാത്രക്കാരാണ് നമ്മൾ. അപ്പോൾ ആ ഇറക്കത്തെക്കുറിച്ച് ഞാൻ എഴുതിയതാണ് ആ കവിത. അപ്പോൾ അങ്ങനെയുള്ള കുറേ കവിതകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് ബുദ്ധിജീവികളെന്ന് പറയുന്ന കക്ഷികളുണ്ടല്ലോ, അവരിങ്ങനെ തരംതിരിക്കും ആളുകളെ, കവിതകളെ, എഴുതുന്ന ആളിനെയും അയാൾ ചെയ്തുകൊണ്ടിരിക്കുക റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യവും തങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുകയോ ബാധിക്കാതിരിക്കുകയോ തങ്ങളുടെ സിംഹാസനം പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തരംതിരിക്കും. അപ്പോൾ ആ തരംതിരിവിനിടയിൽ ഞാൻ എഴുതിയ പല കവിതകളെയും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. സന്തോഷം, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സന്തോഷം. പിന്നെ ഇത് പുതിയൊരു കവിതയുടെ കുറച്ച് പേര് ചൊല്ലാം, എന്നിട്ട് നമുക്ക് അവസാനിക്കും. പുതിയ കവിത ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ കവിതയാണ്. ഒരു അഭയാർത്ഥിയുടെ മരണക്കുറിപ്പ് എന്നാണ് കവിത. അഭയാർത്ഥികളിങ്ങനെ ലോകം മുഴുവൻ യുദ്ധം കൊണ്ടും പട്ടിണി കൊണ്ടുമൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി കള്ള ബോട്ട് കയറുന്നുണ്ട്. അങ്ങനെ സുഡാനിൽ നിന്ന്, ആഫ്രിക്കയിലെ പട്ടിണി രാജ്യമായ സുഡാനിൽ നിന്ന് ചെറുപ്പക്കാരായ കുറേ ആളുകൾ കള്ള ബോട്ടിന് കാശ് കൊടുത്ത് കയറി. ആ ചെറുപ്പക്കാർ മുഴുവൻ മെഡിറ്ററേനിയൻ കടലിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ അവരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ മൃതശരീരത്തിൽ നിന്നൊരു കുറിപ്പ് കിട്ടി. ആ കുറിപ്പിനകത്ത് അവൻ വീഴാൻ പോകുന്ന കടലിനകത്തെ മീനുകളോട് അവൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ആ മീനുകളോടാണ് അവൻ പറയുന്നത്. പിന്നെ അവൻ്റെ കാമുകിയെക്കുറിച്ച് മീനിനോട് പറയുന്നുണ്ട്, അവൻ്റെ അമ്മയെക്കുറിച്ച് മീനിനോട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഞാനത് ആ ഒരു ചെറിയ കുറിപ്പ് കണ്ടപ്പോൾ എഴുതിയ കവിതയാണ് ഈ കവിത. കുറച്ച് പേര് ചൊല്ലാം.
അതായത് എന്താ അഭയാർത്ഥിയുടെ മരണക്കുറിപ്പ്. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞേയില്ല. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞേയില്ല. കറുപ്പേറെ കറുപ്പെന്നു നിറം കൊണ്ടു മുറിവേറ്റോർ നിരന്നെത്തി, നിങ്ങളവരുടെ തരം നോക്കിയില്ല. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ ഗോത്രം നിറം നിങ്ങൾ തെരഞ്ഞേയില്ല. കരളു നിങ്ങൾ കൊത്തിടുമ്പോൾ അകത്തെ കുഞ്ഞറയ്ക്കുള്ളിൽ കിനാവു കണ്ടുറങ്ങുന്ന കിളിപ്പെണ്ണുണ്ട്. അവളുടെ മയക്കം നീ കെടുത്തേണ്ട, മയങ്ങിക്കോട്ടെ. കരളു നിങ്ങൾ കൊത്തിടുമ്പോൾ അകത്തെ കുഞ്ഞറയ്ക്കുള്ളിൽ കിനാവു കണ്ടുറങ്ങുന്ന കിളിപ്പെണ്ണുണ്ട്. അവളുടെ മയക്കം നീ കെടുത്തേണ്ട, മയങ്ങിക്കോട്ടെ. ഉന്തി നിൽക്കും പല്ല് കെട്ടി ഉള്ളിലെ ചിരി മൊഞ്ചു കൂട്ടാൻ, കുന്നുപോലെ പണം കൊണ്ടവൻ എന്നു വന്നിടും. ഉന്തി നിൽക്കും പല്ലു കെട്ടി ഉള്ളിലെ ചിരി മൊഞ്ചു കൂട്ടാൻ, കുന്നുപോലെ പണം കൊണ്ടവൻ എന്നു വന്നിടും. പിന്നെ മിന്നുകെട്ടിയിടും. കിനാവാൽ മൺകുടിൽ കെട്ടി മണിവാതിൽ ചാരി എന്നെ പ്രതീക്ഷിച്ചു മയങ്ങുന്ന കിളിപ്പെണ്ണുണ്ട്. അവളുടെ മയക്കം നീ കെടുത്തേണ്ട, മയങ്ങിക്കോട്ടെ. തിരയിൽ വീണ കിനാവൊന്നും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, നേരമൊട്ടും ബാക്കിയില്ല, നീ പൊറുക്കേണം. കള്ളബോട്ടു കയറുമ്പോൾ കൊണ്ടുവന്ന കിനാവൊന്നും കൊയ്തെടുക്കാൻ നേരമില്ല, നീ പൊറുക്കേണം. ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരെനിക്കറിയില്ല പ്രിയേ, ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരെനിക്കറിയില്ല പ്രിയേ, നെഞ്ചിടിപ്പിൻ പക്ഷി നിന്നെ തേടി വന്നേക്കാം. ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരെനിക്കറിയില്ല പ്രിയേ, നെഞ്ചിടിപ്പിൻ പക്ഷി നിന്നെ തേടി വന്നേക്കാം. പിന്നെ പാതി മുങ്ങിയ വാക്കൊരെണ്ണം കൊണ്ടു തന്നേക്കാം. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞേയില്ല. നെഞ്ചിൽ നിങ്ങൾ കൊത്തിടുമ്പോൾ അമ്മ ദൂരെ കേണിടുന്ന നേർത്തനാദം കേൾക്കും നിങ്ങൾ പിന്തിരിയേണ്ട. നെഞ്ചിൽ നിങ്ങൾ കൊത്തിടുമ്പോൾ അമ്മ ദൂരെ കേണിടുന്ന നേർത്തനാദം കേൾക്കും നിങ്ങൾ പിന്തിരിയേണ്ട. കാപ്പിരി കുടിലങ്ങ് ദൂരെ കാത്തിരിപ്പിരു കണ്ണു നീളെ
കുന്നുപോലെ മരുന്നും കൊണ്ടെന്നു വന്നിടും. കാപ്പിരി കുടിലങ്ങ് ദൂരെ കാത്തിരിപ്പിരു കണ്ണു നീളെ, കുന്നുപോലെ മരുന്നും കൊണ്ടെന്നു വന്നിടും. പിന്നെ നിന്റെ കൈ കൊണ്ടെൻ്റെ കണ്ണീർ എന്നു മായ്ച്ചിടും. മറന്നുപോയി. ഒരുപാട് സന്തോഷം മാഷേ. ഈ ഒരു സെഷൻ എന്ന് പറയുമ്പം രാഷ്ട്രീയം, എഴുത്ത് എല്ലാം അതിലുപരി ഒരുപാട് കവിതകൾ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു സെഷനാണ്. ഇപ്പോൾ ആരും കേട്ടിട്ടില്ലാത്തൊരു കവിത പോലും മാഷ് ഇപ്പോൾ അവസാനം പുതിയ കവിത നമുക്കായിട്ട് പാടി. ഒരുപാട് സന്തോഷം മാഷേ, ഇത്രയും നല്ലൊരു സെഷന് ഇവിടെ വന്നതിനും ഇത്രയൊക്കെ സംസാരിച്ചതിനും കവിതകൾ ചൊല്ലിത്തന്നതിനും ഒരുപാട് നന്ദി. സന്തോഷം. മുന്നോട്ട് പോട്ടെ.